കെ.എം. മാണി പ്രതിയായ ബാർ കോഴ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്നും കെ.പി. സതീശനെ മാറ്റി. കേസിൽ കെ.പി. സതീശൻ ഹാജരാകുന്നതിനെ കെ.എം. മാണിയുടെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ എതിർത്തിരുന്നു. ഫയലിൽ ആഭ്യന്തര സെക്രട്ടറി ഒപ്പുവെച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വി വിനോദ് ചേരുന്നു. വിനോദ്, കോടതിയിൽ നാടകീയ രംഗങ്ങൾ. കെ.എം. മാണിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാകരുത് എന്ന് പറയുന്ന സാഹചര്യം, അതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. എന്ത് വിശദീകരണമാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്? രേണുക, ഇന്ന് കെ.എം. മാണിക്കെതിരെ കെ.എം. മാണി ഉൾപ്പെട്ട കേസിൽ വിജിലൻസിന്റെ റിപ്പോർട്ട് പരിഗണിക്കുന്നതിനിടെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്കെതിരെ വിജിലൻസ് ലീഗൽ അഡ്വൈസറും ഒപ്പം തന്നെ കെ.എം. മാണിയുടെ അഭിഭാഷകനും ഒരേ സ്വരത്തിൽ എതിർപ്പുമായി രംഗത്തെത്തിയത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കേസിൽ ഹാജരാകുന്നത് ഒഴിവാക്കണമെന്നായിരുന്നു ആവശ്യം. ഈ നാടകീയ രംഗങ്ങൾ കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. കെ.പി. സതീശനെ മാറ്റിയിരിക്കുന്നു. ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടി ഇടം നൽകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഈ സർക്കാരിന്റെ നടപടി. കാരണം ചെങ്ങന്നൂർ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു നടപടി ഉണ്ടായത് പ്രത്യേകിച്ച് കെ.എം. മാണിയെ സഹായിക്കാനെന്ന തരത്തിൽ ഇതിനകം തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട്. അതേസമയം ഇടതുമുന്നണിയിൽ CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ ഈ സർക്കാരിന്റെ നിലപാടിനെ എത്തരത്തിൽ കാണുന്നു, അവരുടെ പ്രതികരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളും ഏറ്റവും നിർണായകമാകും. ഏതായാലും ഇപ്പോൾ വലിയ വിവാദത്തിന് തിരികൊളുത്തുന്നതാണ് സർക്കാർ നടപടി. രാവിലെ വാക്പോര് തന്നെ ഉണ്ടായിരുന്നു. കെ.പി. സതീശൻ പറഞ്ഞത് തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ബാർ കോഴയുടെ ഏത് ഘട്ടത്തിലും ഇടപെടാൻ തനിക്ക് കഴിയും, അങ്ങനെ ഇടപെടുകയും ചെയ്യും. എന്നാൽ ലീഗൽ അഡ്വൈസർ പറഞ്ഞത് അദ്ദേഹത്തെ ഒഴിവാക്കണമെന്നാണ്. ഇതേ കാര്യം തന്നെ കെ.എം. മാണിയുടെ അഭിഭാഷകനും ഉന്നയിച്ചു. എന്നാൽ പ്രതിയുടെ അഭിഭാഷകന് ഏത് അഭിഭാഷകനാണ് സർക്കാരിന് വേണ്ടി ഹാജരാകേണ്ടത് എന്ന് പറയാനുള്ള അവകാശമില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ സതീശൻ ഹാജരായാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നും കോടതി ചോദിച്ചിരുന്നു. നേരത്തെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് കെ.പി. സതീശൻ നടത്തിയ ചില പരാമർശങ്ങൾ, മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങൾ, അതിന്റെ പേരിൽ സതീശനെതിരെ നടപടി വേണമെന്ന് വിജിലൻസ് ഡയറക്ടർ തന്നെ സർക്കാരിന് കത്ത് നൽകിയിരുന്നതാണ്. ആ ഘട്ടം മുതൽ തന്നെ കെ.പി. സതീശനും വിജിലൻസുമായി ഇടഞ്ഞു നിന്നിരുന്നു. അന്വേഷണ സംഘത്തിനെതിരെ കെ.പി. സതീശൻ നിലപാടെടുത്തിരുന്നു. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. ഇത് രാഷ്ട്രീയമായി വലിയ വിവാദത്തിന് തിരികൊളുത്തുന്ന ഒരു നടപടിയാണ്. രേണുക, വിനോദ്, ഇതിൽ ആര് കേസിൽ ഹാജരാകണം എന്നത് സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്ന് കോടതി പറഞ്ഞിരുന്നു. കേസ് അടുത്ത മാസം മറ്റൊരു ദിവസത്തേക്ക് പരിഗണിക്കാനായി മാറ്റിയിരിക്കുക കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കുമോ ഈ സ്ഥാനമാറ്റം? അതിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ആരാണ് കേസിൽ ഹാജരാകേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ? രേണുക, കേസ് ഇനി പരിഗണിക്കുന്നത് ജൂൺ 6-നാണ്. അതിനിടയിൽ ഒരുപാട് സമയം സർക്കാരിന് മുന്നിലുണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. പക്ഷേ ഇന്നുണ്ടായത് തിടുക്കപ്പെട്ട തീരുമാനമാണ്. കോടതി പറഞ്ഞത് ഏത് അഭിഭാഷകൻ ആര് ഹാജരാകണം എന്ന കാര്യത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാം. അതേസമയം പ്രതിയുടെ അഭിഭാഷകൻ അത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ജൂൺ 6-ന് പരിഗണിക്കുന്ന കേസിൽ സ്വാഭാവികമായും ഇത്ര തിടുക്കപ്പെട്ട് ഒരു തീരുമാനമുണ്ടാകുമ്പോൾ അതിൽ വലിയ വിവാദമുണ്ടാകും. അതിൽ രാഷ്ട്രീയമുണ്ടെന്ന ആരോപണം ഉയരും. അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യും. രേണുക, ശരി. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ബാർ കോഴ കേസ് പരിഗണിക്കുന്നതിനിടെ രാവിലെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. കേസിൽ ഹാജരാകുന്നതിനെ ചൊല്ലി വിജിലൻസ് ലീഗൽ അഡ്വൈസറും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും തമ്മിലാണ് തർക്കമുണ്ടായത്. ആര് ഹാജരാകണം എന്നതിൽ സർക്കാർ തീരുമാനമെടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേസ് പരിഗണിക്കുന്നത് ജൂൺ 6-ലേക്ക് മാറ്റി. വിജിലൻസ് ലീഗൽ അഡ്വൈസർ വി അഗസ്റ്റിനും പബ്ലിക് പ്രോസിക്യൂട്ടർ കെ.പി. സതീശനും തമ്മിലാണ് തർക്കമുണ്ടായത്. കേസിൽ സതീശൻ ഹാജരാകുന്നത് അഗസ്റ്റിൻ എതിർത്തതാണ് തർക്കത്തിന് കാരണം. തന്റെ നിയമനം തുടരുന്നിടത്തോളം സർക്കാർ ഭാഗം വിശദീകരിക്കുമെന്ന് സതീശനും നിലപാടെടുത്തു. സതീശൻ ഹാജരാകുന്നത് തടയണമെന്ന് കെ.എം. മാണിയുടെ അഭിഭാഷകനും ആവശ്യപ്പെട്ടു. ഇതിനോട് കോടതി രൂക്ഷമായി പ്രതികരിച്ചു. ആര് ഹാജരാകണമെന്ന് പ്രതിഭാഗം അഭിഭാഷകന് എങ്ങനെ ആവശ്യപ്പെടാൻ കഴിയുമെന്ന് ചോദിച്ച കോടതി സതീശൻ ഹാജരായാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നും ചോദിച്ചു. ആര് ഹാജരാകുമെന്നത് സർക്കാർ തീരുമാനിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് തള്ളണമെന്ന് പരാതിക്കാർ കോടതിയോട് ആവശ്യപ്പെടും. മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ പരാതിക്കാരിൽ ഒരാളായ VS അച്യുതാനന്ദൻ 6 ആഴ്ച സമയം ചോദിച്ചു. 9 പരാതിക്കാരിൽ റിപ്പോർട്ടിൽ എതിർപ്പറിയിക്കാത്ത മന്ത്രി VS സുനിൽകുമാർ, വൈക്കം വിശ്വൻ, സാറ ജോസഫ് എന്നിവർക്ക് നോട്ടീസ് അയക്കും. കേസ് വീണ്ടും പരിഗണിക്കുന്നത് ജൂൺ 6-ലേക്ക് മാറ്റി.
മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന്റെ പേരിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്കെതിരെ വിജിലൻസ് ഡയറക്ടർ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോടതിയിലെ നാടകീയ രംഗങ്ങൾ. ബാർക്കോഴ കേസ് കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന്റെ ഏകോപനമില്ലായ്മ തെളിയിക്കുന്നതുകൂടിയായി ഇന്നത്തെ സംഭവം. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറും വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസറും തമ്മിലുണ്ടായ തർക്കത്തെക്കുറിച്ച് അറിയില്ലെന്ന് നിയമമന്ത്രി AK ബാലൻ. പ്രശ്നം പരിശോധിക്കുമെന്നും നിയമമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ നിങ്ങൾ പറയുമ്പോൾ കേൾക്കുക. ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിൻ്റെ അകത്തുനിന്ന് ഇറക്കി വന്നതാണ്. നോക്കിയിട്ട് പറയാം എന്താണെന്നുള്ളത്. കെ മാണിക്കെതിരെ തെളിവുണ്ട് എന്ന് KP സതീശൻ ന്യൂസ് 18നോട് പ്രതികരിച്ചിരിക്കുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ അല്പം മുമ്പാണ് സർക്കാർ പുറത്താക്കിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. കെ മാണിക്കെതിരെ തെളിവുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നേരത്തെയും അത്തരം ഇതിന് സമാനമായ രീതിയിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുന്നതിലേക്ക് നയിച്ചത് അത്തരം പരാമർശങ്ങളാണ് എന്ന് കരുതുന്നു. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, സ്ഥാനത്തു നിന്ന് പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെയും കെ മാണിക്കെതിരെ തെളിവുണ്ട് എന്ന് KP സതീശൻ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്? അദ്ദേഹത്തെ മാറ്റിയ വിവരം സർക്കാർ അറിയിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അത്തരമൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുമെന്ന് കരുതുന്നില്ല. തന്നെ മാറ്റിയാലും സത്യം പുറത്തു വരും. മാണിക്കെതിരെ വ്യക്തമായ തെളിവുണ്ട്. നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു. വ്യക്തമായ തെളിവ് കെ മാണിക്കെതിരെ അഴിമതി കേസിൽ ഉണ്ട്. ആ തെളിവുകൾ കോടതിയിൽ കൈമാറാനാണ് താൻ തയ്യാറായെന്ന്. പക്ഷേ ഇപ്പോൾ ഇത്തരം നടപടി വരുന്നു. തന്നെ മാറ്റിയെന്ന് കരുതി തെളിവുകൾ പുറത്തു വരാതിരിക്കില്ല എന്നാണ് KP സതീശൻ പറയുന്നത്. തന്നെ മാറ്റാൻ ഒരു ന്യായവും കാണില്ല. കാരണം ഈ സർക്കാർ അഴിമതിക്ക് എതിരാണ്. തന്റെ നിലപാടുകളും അതിന് സമാനമാണ്. അഴിമതി കേസിലാണ് കെ മാണിക്കെതിരെ തെളിവുണ്ടെന്ന് താൻ വാദിക്കുന്നത്. ആ സാഹചര്യത്തിൽ തന്നെ മാറ്റുമെന്ന് കരുതുന്നില്ലെന്നും KP സതീശൻ ആവർത്തിക്കുന്നു. അപ്പോഴും തന്നെ മാറ്റിയാലും ഈ തെളിവുകൾ പുറത്തുവിടും, അത് ജനങ്ങളോട് പറയുമെന്ന് തന്നെയാണ് KP സതീശൻ ഇപ്പോൾ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. കെ മാണിക്കെതിരെ തെളിവുണ്ട് എന്നാണ് KP സതീശൻ ന്യൂസ് 18നോട് പറഞ്ഞിരിക്കുന്നത്. തന്നെ പുറത്താക്കിയാലും ഇത്തരം തെളിവുകൾ ആർക്കും മൂടിവെക്കാൻ കഴിയില്ല എന്ന പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, താങ്കൾ ലൈനിലുണ്ടോ? അരുൺ, കേൾക്കാമോ? ചോദ്യം അരുൺ, ഇതൊരു രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ് സർക്കാർ ഇന്നെടുത്തിരിക്കുന്ന തീരുമാനം. ഇന്ന് കേസ് പരിഗണിക്കവേ പ്രതിയുടെ അഭിഭാഷകൻ തന്നെ ഇദ്ദേഹം ഹാജരാകണ്ട എന്ന് പറയുന്നു. അതിന് മണിക്കൂറുകൾക്ക് പിന്നാലെ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ തീരുമാനത്തെ എങ്ങനെ നേരിടാനാണ് KP സതീശൻ തയ്യാറെടുക്കുന്നത്? അദ്ദേഹം ഇതുവരെ നടത്തിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. അതേപോലെ അതിനോട് ചേർത്ത് നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രതികരണം ഈ തീരുമാനം വന്നതിന് തൊട്ടടുത്ത നിമിഷങ്ങളിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിനെ നമ്മൾ എങ്ങനെ കാണണം? തീർച്ചയായും അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. രാഷ്ട്രീയമായും ഇത് ഉപയോഗിക്കപ്പെടുമെന്ന ഉറപ്പാണ്. അത് പക്ഷേ പ്രതിപക്ഷം എങ്ങനെ ഉപയോഗിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കം ഈ വിഷയം ഉയർന്നു വരുമെന്ന ഉറപ്പാണ്. നേരത്തെ തന്നെ KM മാണിക്ക് അനുകൂലമായ നിലപാടുകൾ തുടർച്ചയായി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു. ബാർക്കോഴ കേസ് അടക്കമുള്ളവയിൽ അത്തരം നിലപാട് സർക്കാർ ആവർത്തിക്കുന്നു. ഇന്ന് KM മാണിക്കെതിരായ ഈ കേസിൽ ഹർജി നൽകിയിരുന്ന ഒരാൾ LDF-ന്റെ കൺവീനർ വൈക്കം വിശ്വനാണ്. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഹാജരായില്ല. മറ്റൊരാൾ കൃഷിമന്ത്രി VS സുനിൽകുമാറാണ്. മറ്റൊരാൾ VS അച്യുതാനന്ദൻ ഹർജിയിൽ നിലപാടറിയിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെടുന്നു. പക്ഷേ LDF കൺവീനർ ഇടതുമുന്നണി കൺവീനറുടെ അഭിഭാഷകൻ ഇടതുമുന്നണി തീരുമാനപ്രകാരമാണ് മാണിക്കെതിരെ കേസ് പോയത്. ആ മുന്നണിയുടെ കൺവീനറിന്റെ അഭിഭാഷകൻ തന്നെ കേസിൽ ഹാജരാവാതെ വിട്ടുനിൽക്കുന്നു. തീർച്ചയായും മാണിയെ സഹായിക്കാനുള്ള ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമെന്ന വിമർശനം വന്നാൽ അത് തള്ളിക്കളയാനാകില്ല. KP സതീശന്റെ വാക്കുകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. തന്നെ മാറ്റിയാൽ അത് അഴിമതിയെ പിന്തുണയ്ക്കാനുള്ള തീരുമാനമായി വ്യാഖ്യാനിക്കപ്പെടും. ആ സാധ്യത തന്നെയാണ് KP സതീശൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയാനുള്ള കാര്യങ്ങൾ, തെളിവുകൾ ജനങ്ങളുടെ മുമ്പാകെ പുറത്തുവിടുമെന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അരുൺ, തുടരുക. ഇപ്പോൾ ശ്രീ ആന്റണി രാജു നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ ആന്റണി രാജു, പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്നും KP സതീശനെ മാറ്റിയത് ഒരു വിവാദങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ്. കോടതിയിൽ നാടകീയ രംഗങ്ങൾ ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റം. KM മാണിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പോലും ഇദ്ദേഹം ഹാജരാകുന്നതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെ ഉണ്ടായിരിക്കുന്ന നടപടി, അത് പ്രതിപക്ഷത്തിന് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ?
അല്ല, ഒരിക്കലും ശരിയല്ലല്ലോ. കാരണം ഒരു അഭിഭാഷകനെ ഗവൺമെന്റിന്റെ ലീഡറായിട്ട് നിയമിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗം വാദിക്കാനാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സമർപ്പിക്കുന്ന റിപ്പോർട്ടിനെ സ്ഥാപിക്കാനാണ്. അല്ലാതെ സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ള നിയമം വ്യാഖ്യാനിച്ച് പറയാനല്ല ഒരാളെ ചുമതലപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു പ്രോസിക്യൂട്ടർ ഷാൽ നോട്ട് ലീഡ് ദ ഇൻവെസ്റ്റിഗേഷൻ എന്ന് സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏത് തരത്തിലായിരിക്കണം, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എങ്ങനെ അന്വേഷിക്കണം, എങ്ങനെ റിപ്പോർട്ട് കൊടുക്കണം, ഇങ്ങനെയൊന്നും പറയാനുള്ള ഒരു അധികാരമോ അവകാശമോ ഒരു ഗവൺമെന്റ് ലീഡർക്കും ഇല്ല. അത് ഇനി ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് അദ്ദേഹം നടത്തുന്ന കേസിൽ അന്വേഷണ റിപ്പോർട്ടിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അദ്ദേഹം ആ കേസ് നടത്തുന്നതിൽ സ്വയം മാറി രാജിവെച്ച് പോവുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു സർക്കാരിനെതിരെയും ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഏജൻസിക്കെതിരെയും ഒരു ഗവൺമെന്റ് കസേരയിൽ ഇരുന്നുകൊണ്ട് എതിരായിട്ട് പത്രസമ്മേളനം നടത്തുന്നതും ആരോപണം ഉന്നയിക്കുന്നതും നിയമപരമായി ശരിയല്ല, ധാർമ്മികമായി ശരിയല്ല, ആ പദവിക്ക് അനുയോജ്യമല്ല. ഇപ്പോൾ പറയുന്നു അദ്ദേഹത്തിന്റെ തെളിവുണ്ടെന്ന്. അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ അദ്ദേഹം ഈ കേസിൽ കക്ഷി ചേർന്ന് കോടതിയിൽ ആ തെളിവുകൾ ഹാജരാക്കിയാൽ മതി. അല്ലാതെ പത്രക്കാരോട് പറയുകയല്ലല്ലോ വേണ്ടത്. ശ്രീ ആന്റണി രാജു, നേരത്തെയും മാണിക്കെതിരെ തെളിവുണ്ടെന്നും കേസിൽ ഗൂഢാലോചനയും ഒത്തുകളിയും നടന്നുവെന്നും പരസ്യ നിലപാടെടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റുകയും അഗസ്റ്റിനെ നിയമിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇത് കൃത്യമായ ഉത്തരവുകൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇന്ന് വീണ്ടും ഹാജരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നയാൾ അവിടെ ഹാജരാകേണ്ടതില്ല എന്നൊരു തീരുമാനമെടുക്കുമ്പോൾ എന്തൊക്കെയോ മറച്ചു പിടിക്കാനുണ്ട് എന്നൊരു തോന്നൽ ജനിക്കില്ലേ? പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്ന ആരോപണം ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. അല്ലല്ല, മറച്ചു പിടിക്കാനുണ്ടോ ഇല്ലയോ എന്നുള്ള അല്ലല്ലോ വിഷയം. ഇവിടെ ഒരു ഗവൺമെന്റിന് വേണ്ടി ഹാജരാകാൻ ചുമതലപ്പെടുത്തിക്കുന്ന ഒരു അഭിഭാഷകൻ പരസ്യമായി പത്രസമ്മേളനം നടത്തി ഗവൺമെന്റിനെ വിമർശിക്കുന്നത് തന്നെ നിയമപരമായി തെറ്റാണ്. സർവീസ് കോഡ് ഓഫ് കോണ്ടാക്ടിനെതിരാണ്, സർവീസ് റൂൾസിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സ്ഥാനത്ത് ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട് ആ കസേരയിൽ ഒരു നിമിഷം തുടരാനുള്ള അദ്ദേഹത്തിന് യോഗ്യതയും അർഹതയും ഇല്ല. അദ്ദേഹം ആ കസേരയിൽ നിന്ന് സ്വയം രാജിവെച്ച് പോകേണ്ടതായിരുന്നു. മറിച്ച് ഒരു അന്വേഷണ ഏജൻസി സമർപ്പിക്കുന്ന റിപ്പോർട്ടിന് അനുസരിച്ച് കോടതിയിൽ വാദം പറഞ്ഞ് കോടതിയിൽ തെളിവുകൾ സമർത്ഥിച്ച് കോടതിയിൽ വിശദീകരണം നടത്തി ആ കേസ് നടത്തുന്നതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നടത്തുന്നതിന് പകരം അന്വേഷണ ഏജൻസി കൊടുക്കുന്ന റിപ്പോർട്ടിനെതിരായി കോടതിയിൽ വാദിക്കാനല്ല, അന്വേഷണ ഏജൻസിക്ക് അനുകൂലമായി വാദിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഒരു പ്രതിക്ക് വേണ്ടി ഒരു അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയാൽ പ്രതിക്ക് വേണ്ടിയാണ് അദ്ദേഹം വാദിക്കേണ്ടത്, അല്ലാതെ വാദിക്ക് വേണ്ടിയല്ല. അതുപോലെ വാദിക്ക് വേണ്ടി ഒരു അഭിഭാഷകനെ വെച്ചാൽ ആ വക്കീല് വാദിക്കേണ്ടത് വാദിക്കും. ഇത് കക്ഷി അഡ്വക്കേറ്റ് റിലേഷൻഷിപ്പാണ്. അവിടെ അത് പാലിക്കാനുള്ള ബാധ്യത ആ ബാധ്യത നിറവേറ്റുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അതാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം ധരിക്കാനുള്ള കാരണമെന്ന് താങ്കൾ പറയുന്നു. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ ശ്രീ പി സി ജോർജ് MLA ടെലിഫോൺ ലൈനിൽ. ശ്രീ പി സി ജോർജ്, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് KP സതീശനെ ഞാൻ താങ്കളിലേക്ക് ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ KP സതീശന്റെ പ്രതികരണം കേൾക്കാം. അതിലേക്ക് അത് പറയുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഗവൺമെന്റ് മാറ്റുന്നത്. ഗവൺമെന്റ് മാറ്റിക്കോട്ടെ. എന്നാ ഗവൺമെന്റ് അത് പേടിക്കുന്നതിന്റെ കാര്യം എന്താ? അത് ജനങ്ങളോട് പറയട്ടെ. ഞാൻ നിയമത്തിലൊന്നും പോവില്ല. ഗവൺമെന്റ് എന്താണെന്ന് ജനങ്ങൾ തീരുമാനിക്കും, പറയും. സംശയമൊന്നും വേണ്ട. തെളിവുകളുണ്ട് അദ്ദേഹത്തിനെതിരായിട്ട്. അഴിമതിക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിനെതിരായിട്ട് പ്രോസിക്യൂഷൻ എടുക്കാനുള്ള തെളിവുകളുണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ല. പ്രോസിക്യൂട്ടറുടെ ജോലിയാണ്. ഞാൻ ഗവൺമെന്റിന്റെ മൗത്ത് പീസ് അല്ല, പോലീസിന്റെ മൗത്ത് പീസ് അല്ല. ഞാൻ കോടതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. കോടതിയിൽ സത്യം പറയും, അതിനുവേണ്ടി മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ. ഗവൺമെന്റിന് വേണ്ടിയും പറയൂല, പോലീസിന് വേണ്ടിയും പറയൂല. കോടതി സർക്കാരിന്റെ മൗത്ത് പീസ് അല്ല, ബോധ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മാണിക്കെതിരെ തെളിവുണ്ട് എന്ന കാര്യത്തിൽ KP സതീശൻ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന്, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം News 18 പുറത്തു വന്നിരിക്കുകയാണ്. മാണിക്കെതിരെ തെളിവുണ്ട്, തന്നെ മാറ്റിയതുകൊണ്ട് മാത്രം അതില്ലാതാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശ്രീ പി സി ജോർജ്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ബാർക്കോഴ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് KP സതീശനെ മാറ്റിയിരിക്കുകയാണ് സർക്കാർ. കോടതിയിൽ ഇന്ന് ചില നാടകീയ രംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇത് സർക്കാരിന്റെ ഭാഗം പറയേണ്ട അഭിഭാഷകനാണ് അദ്ദേഹം. അതിൽ വീഴ്ച സംഭവിച്ചതുകൊണ്ടാണ് ആ മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നത് ഒരു ന്യായമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ന്യായമായി തോന്നുന്നില്ല എന്ന് മാത്രമല്ല, സതീശൻ എന്ന അധ്യക്ഷനെ മാറ്റാൻ ഗവൺമെന്റ് അധികാരം, അതൊന്നും ഞാൻ തർക്കത്തിനില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്,
ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നു. മാണി കുറ്റക്കാരനാണെന്നുള്ള വ്യക്തമായ തെളിവുകൾ അതിനകത്ത് നോക്കിയാൽ കാണാൻ കഴിയും. ആ തെളിവിന് വിരുദ്ധമായിട്ട് സംസാരിക്കണമെന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ മാനാഭിമാനുള്ള വക്കീലിന് അത് കഴിയില്ല. മാണി അഴിമതി കാണിച്ചിട്ടുണ്ടെന്നും ഈ ബാർക്കോഴ കേസിൽ പണം വാങ്ങിയിട്ടുണ്ടെന്നും വ്യക്തമായി തെളിവുകളുണ്ട്. ഞാൻ തന്നെ സാക്ഷിയാണ്. പിന്നെ വഴക്കുണ്ടാക്കുന്നത് ഞാൻ സാക്ഷിയാണ്. എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. എനിക്കറിയാം. മാണി എന്നോട് സമ്മതിച്ചിട്ടുള്ളതാണ്. മേടിച്ചു പോയി 1 കോടി കിട്ടുള്ളൂ, അവര് 5 കോടി തരേണ്ടതല്ലേ, 1 മേടിച്ചുള്ളൂ എന്ന് എന്നോട് പറഞ്ഞതാ. പിന്നെ ഇപ്പൊ മാണിയെ വെള്ളം പൂശാൻ പിണറായി സർക്കാർ ഇറങ്ങി തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? പിണറായി സർക്കാരിന്റെ മുഖം വികൃതമാവും. ഇപ്പൊ വികൃതമായി, ഇനി അല്പം കൂടി വികൃതമാകുന്നത് കാണാൻ കഴിയും അല്ലാതെ മാണി ഇതിനകത്ത് രക്ഷപ്പെടില്ല. വേറെ ഹൈക്കോടതിയിൽ പ്രൈവറ്റ് അന്യായം വരും. എന്താ ആവശ്യമിരിക്കുന്നത്? അതുകൊണ്ട് മാണി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. മാണിയും മാനാഭിമാനമുള്ളവരാണെങ്കിൽ രാജിവെച്ച് രാഷ്ട്രീയത്തെ നിർത്തി ജനങ്ങളോട് മാപ്പ് പറയണം. അതാണ് അതിന് ശരി. അതിന് വിരുദ്ധ ചാക്കിട്ട് വിളിക്കുകയും മാണി ഇപ്പൊ ചെങ്ങന്നൂർ ഇലക്ഷൻ വന്നിരിക്കുന്നു. ആ ചെങ്ങന്നൂർ ഇലക്ഷൻ CPM വോട്ട് ചെയ്യാമെന്ന് മാണി ഇന്ന് നൈസായിട്ട് സമ്മതിച്ചിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ കേസും ഈ അഡ്വക്കേറ്റ് മാറ്റുമൊക്കെ നടക്കുന്നത്. ഇതൊക്കെ കേരള ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്നതിന് തുല്യമാണ്. ജനങ്ങളുടെ മുമ്പിൽ നാറിയ രാഷ്ട്രീയക്കാർ എന്ന് അവർ പറഞ്ഞാൽ നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തും? ജനങ്ങളെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വത്തെ അപമാനിക്കുന്ന നാണം കെട്ടവന്മാരാക്കുന്ന രീതിയാണിത്. ഇതിൽ അമർശമുണ്ട്. ഇതിനെതിരായിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ള കാര്യം നിയമ വിദഗ്ധമായി ആലോചിച്ച് ഒരു MLA എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യും. യാതൊരു സംശയം വേണ്ട. ശ്രീ PC ജോർജ്, ഈ കാര്യത്തിൽ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആര് ഹാജരാകണം എന്നത് സർക്കാർ തീരുമാനിക്കണം, അതിലൊരു തീരുമാനം സർക്കാരിനാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും ഇത്തരം നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ അദ്ദേഹം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ ഒരു സാഹചര്യത്തിൽ കോടതിയുടെ ഈ നിർദ്ദേശം കൂടി വന്ന സാഹചര്യത്തിൽ ഒരു തീരുമാനം സർക്കാരിന് എടുക്കേണ്ടി വന്നു. അങ്ങനെ എടുക്കുന്നു. അങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നതാണ് ഈ മാറ്റം. മാത്രവുമല്ല, ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ തന്നെയാണ്. ഇവർ തന്നെ നിയമിച്ച പ്രോസിക്യൂട്ടറുമാണ്. അതുകൊണ്ട് അത് മാറ്റാനുള്ള അധികാരം സർക്കാരിനുണ്ട്. അങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമോ സർക്കാരിന് ഈ തീരുമാനത്തെ? അതായത് ഒരു വ്യക്തമായി അഴിമതി തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നപ്പോ ആ അഴിമതിക്കാരെ രക്ഷിക്കാൻ വേണ്ടി അത് ഒരു വക്കീലെന്ന് ഒരുമാതിരി ഡിഗ്നിറ്റിയുള്ള വക്കീലന്മാർക്ക് കോടതിയുടെ മുമ്പിൽ ഒരു കാര്യം ടീച്ചേഴ്സും തിരിച്ചു പറയാൻ പറ്റുമോ? അങ്ങനെ നങ്കൂരങ്ങൾ നാണംകെട്ട വക്കീലന്മാരുണ്ട്. ആ നാണംകെട്ട വക്കീലന്മാരെ ഏൽപ്പിക്കാതെ സതീശനെ പോലൊരു മാന്യായ വക്കീലിന് കോടതിയുടെ മുമ്പിൽ അവകാശം പറ്റില്ല. അവിടെ അദ്ദേഹം ഉറച്ച സ്റ്റാൻഡിലാണ്. അപ്പൊ ഉറച്ച സ്റ്റാൻഡ് പറഞ്ഞാൽ മാണി ജയിലിൽ പോകാന്നുള്ളതാണ്. മാണി ജയിലിൽ വിടാൻ ഗവൺമെന്റ് തയ്യാറുമില്ല. മാണിയെ രക്ഷിക്കണം താനും. അതിപ്പോ സതീശനെ മാറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് അത് ചെയ്തിരിക്കുന്നു. ഗവൺമെന്റിനുള്ള അധികാരത്തൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അധികാരം അഴിമതിക്കാരെ സംരക്ഷിക്കാനാണെന്നുള്ളത് ജനത്തിന് ബോധ്യമായി. അപ്പം ഈ ഗവൺമെന്റ് മുഖം വീണ്ടും വികൃതമായിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. തീർച്ചയായും ശ്രീ ആന്റണി രാജു, ശ്രീ PC ജോർജ് പറഞ്ഞത് താങ്കൾ കേട്ടിരിക്കുമല്ലോ. അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. വളരെ നന്ദി ശ്രീ PC ജോർജ് ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ TG സജിത്ത് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സജിത്ത്, വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് മാണിയുടെ അഭിഭാഷകൻ തന്നെ കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാകേണ്ട എന്ന് പറയുന്നു. അതനുസരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ കോടതി അദ്ദേഹത്തെ ശാസിക്കുകയാണ് ചെയ്തത്. എങ്ങനെ ഒരു പ്രതിയുടെ അഭിഭാഷകന് ആ രീതിയിൽ നിലപാടെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് കോടതി ശാസിക്കുകയാണ് ചെയ്തത്. അതിന് ശേഷമാണ് അതിനനുകൂലമായ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് ഈ തീരുമാനത്തെ ന്യായീകരിക്കാൻ കഴിയുമോ? സജിത്ത്, കേൾക്കാമോ? സജിത്ത് വിവരങ്ങളുമായി ചേരും. ഏതായാലും ബാർക്കോഴ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് KP സതീശനെ മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നു. തന്നെ മാറ്റിയാലും തെളിവുകൾ പുറത്തുവരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തെളിവുകൾ ഉണ്ട് എന്നത് വ്യക്തമാണ്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. തന്നെ മാറ്റിയതുകൊണ്ട് മാത്രം തെളിവുകൾ ഇല്ലാതാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തന്നെ മാറ്റിയതായി യാതൊരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്,
രാഷ്ട്രീയമായി വലിയ വിവാദങ്ങൾക്ക് ഇടവെൽക്കുന്ന തീരുമാനം തന്നെയല്ലേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ കെ പി സതീശൻ തന്നെ പറയുന്നു അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന സർക്കാരാണ്, അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നിലപാട് തന്നെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നിലപാടുണ്ടാകുമെന്ന് കരുതുന്നില്ല, അതിന് കൂട്ടുനിൽക്കുമെന്ന് കരുതുന്നില്ല എന്ന് പറയുന്നു. സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കളങ്കമേൽപ്പിക്കുമോ ഈ തീരുമാനം? സജിത്ത് കേൾക്കാമോ? ടെലിഫോൺ ലൈനിൽ പ്രശ്നങ്ങളുണ്ട്, സജിത്തിലേക്ക് വരാം. വി വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഒരുപക്ഷെ ഇതിന്റെ ഉത്തരവ് കൈമാറുന്നതിനുള്ള കാലതാമസമായിരിക്കും. അദ്ദേഹത്തിന് അതിന്റെ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയതായുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം മുൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. മാണിക്കെതിരെ തെളിവുണ്ട്, തന്നെ മാറ്റിയത് കൊണ്ട് മാത്രം ആ തെളിവില്ലാതാകില്ല എന്ന് പറയുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്തിരുന്ന് കെ പി സതീശൻ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, മാധ്യമങ്ങളോടുൾപ്പെടെ പറഞ്ഞിട്ടുള്ള നിലപാടുകൾ എന്തൊക്കെയാണ് ഈ വിവാദങ്ങളിലേക്കൊക്കെ നയിച്ച സാഹചര്യങ്ങൾ? രേണുക, കെ പി സതീശൻ ഒരു തുറന്ന പോരിലേക്ക് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ന്യൂസ് 18 നടത്തിയ പ്രതികരണം വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. ബാർക്കോഴ ഇടപാട് നടന്നിട്ടുണ്ട്, മാണിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും ഈ മൂന്നാമത്തെ വിജിലൻസ് റിപ്പോർട്ടും മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയുള്ള മൂന്നാമത്തെ റിപ്പോർട്ടും കോടതിയിൽ വരുമ്പോൾ ഇത് വലിയ നിയമതർക്കങ്ങളിലേക്കും കുരുക്കിലേക്കും പോകും. കാരണം 9 പരാതിക്കാരാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ VS അച്യുതാനന്ദൻ ഇന്ന് സമയം നീട്ടി ചോദിച്ചിരുന്നു. വിനോദിലേക്ക് തിരിച്ചു വരാം. നമുക്ക് കെ പി സതീശന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. കെ എം മാണിക്കെതിരെ തെളിവുണ്ട് എന്നാണ് കെ പി സതീശൻ ആവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പക്ഷേ ഗവൺമെന്റ് ചെയ്യാൻ ചാൻസ് കുറവാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. കാരണം ഗവൺമെന്റ് അഴിമതിക്കെതിരാണ്, ഞാനും അഴിമതിക്കെതിരായിട്ടാണ് നിൽക്കുന്നത്. ആ നിലയ്ക്ക് എന്നെ മാറ്റേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വിജിലൻസ് പോലും സത്യത്തിൽ അഴിമതിക്കെതിരായിട്ട് നടക്കുന്ന ഒരു സംഭവം, ഒരു ഓർഗനൈസേഷനാണ്. ഞാൻ അവർക്കെതിരായിട്ട് യാതൊന്നും സംസാരിച്ചിട്ടില്ല. ആ കേസിലെ സത്യസ്ഥിതി ഞാൻ ഇന്നല്ല നാളെയാണെങ്കിലും ഞാൻ എവിടെ വേണമെങ്കിലും പറയാൻ ബാധ്യസ്ഥനാണ്, ഞാൻ പറയുകയും ചെയ്യും. അതിൽ നിന്ന് എന്നെ മാറ്റിയതുകൊണ്ട് ഇതിൽ അവസാനിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കേസിലടങ്ങിയ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കും. സംശയം അല്ല, മാറ്റുന്നതിന് എന്താ കാരണമെന്ന് എനിക്കറിയില്ല. എന്നോട് വിശദീകരണം ചോദിച്ചിട്ടില്ല, എന്തുകൊണ്ട് മാറ്റുമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. മാറ്റിയതായിട്ട് എനിക്കിതുവരെ യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. അഴിമതിക്ക് വേണ്ടി കൂട്ടുനിന്നു എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റില്ലല്ലോ. കെ എം മാണിക്കെതിരായിട്ട് ഞാൻ വാദിച്ചെന്നോ എന്നുള്ളതിലേക്ക് ഗവൺമെന്റിന് പറയാൻ പറ്റുള്ളൂ. കെ എം മാണി അഴിമതി കാണിച്ചിട്ടുണ്ട് എന്ന് എന്റെ ഇപ്പോഴത്തെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അതിനകത്ത് തെളിവുണ്ടെന്നുള്ളതാണ്. പ്രോസിക്യൂഷനിലേക്ക് പോകണമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോന്നുമില്ല, ലീഗൽ അഡ്വൈസർ അതിലിടപെടേണ്ട കാര്യമില്ല. കോടതി അത് പറഞ്ഞു, കോടതി അംഗീകരിച്ചു. എന്നെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ, എന്നെ കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അതിൽ അയാൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് പോയിക്കൊള്ളാൻ പറഞ്ഞു. കാരണം അയാൾക്ക് അതിനകത്ത് പറയേണ്ട ആവശ്യം അയാൾക്കില്ല. ഞാൻ അയാൾ എന്തുകൊണ്ടത് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ അയാൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കോടതി പറഞ്ഞ് നിങ്ങൾ പറയും. എല്ലാവരും ഇതിന് ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇത്ര പേടിക്കുന്നതെന്ന് ചോദിച്ചു കോടതി. ഞാൻ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇവർക്ക് ഈ പേടിക്കേണ്ട കാര്യം എന്താ? ഞാൻ ഈ കേസ് സത്യശീൽ കോടതി അവതരിപ്പിക്കുന്നു. അതിനെന്തായാലും എല്ലാവരും ഭയക്കുന്നത് എന്തിനാ? അതേ ഉള്ളൂ എനിക്ക് സംശയം. അത് പറയുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് മാറ്റുന്നത്. ഗവൺമെന്റ് മാറ്റിക്കോട്ടെ. എന്നാൽ ഗവൺമെന്റ് അത് പേടിക്കുന്നതിന്റെ കാര്യം എന്താ? അത് ജനങ്ങളോട് പറയട്ടെ. ഞാൻ നിയമത്തിലൊന്നും പോകില്ല. ഗവൺമെന്റ് എന്താണെന്നോ ജനങ്ങൾ തീരുമാനിക്കും, പറയും. സംശയമൊന്നും വേണ്ട. തെളിവുകളുണ്ട് അദ്ദേഹത്തിനെതിരായിട്ട്. അഴിമതിക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിനെതിരായിട്ട് പ്രോസിക്യൂഷൻ എടുക്കാനുള്ള തെളിവുകളുണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ല. പ്രോസിക്യൂട്ടറുടെ ജോലിയാണ്. ഞാൻ ഗവൺമെന്റിന്റെ മൗത്ത് പീസ് അല്ല, പോലീസിന്റെ മൗത്ത് പീസ് അല്ല. ഞാൻ കോടതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. കോടതിയിൽ സത്യം പറയും, അതിനുവേണ്ടി മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ. ഗവൺമെന്റിന് വേണ്ടിയും പറയൂല, പോലീസിന് വേണ്ടിയും പറയൂല. കെ പി സതീശന്റെ പ്രതികരണം ന്യൂസ് 18നോട്. കെ എം മാണിക്കെതിരെ തെളിവുകളുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയും എന്ന് അദ്ദേഹം പറയുന്നു. സർക്കാരിനെതിരെ തുറന്ന പോരിന് എന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. തന്നെ മാറ്റിയതായി യാതൊരു അറിയിപ്പും തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. കാരണം സർക്കാർ അഴിമതിക്കെതിരാണ്, താനും അഴിമതിക്കെതിരാണ്. മാണിക്കെതിരായി സംസാരിച്ചു, മാണിക്കെതിരെ വാദങ്ങൾ നിരത്തി എന്ന ഒരു തെറ്റ് മാത്രമേ എന്ന കാര്യം മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ. അത് ചെയ്യേണ്ടതാണ്, തന്റെ ബോധ്യത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നതുകൊണ്ട് മാത്രം തെളിവുകൾ ഇല്ലാതാകില്ല എന്നും കെ പി സതീശൻ പറയുന്നു. എന്തായാലും
അദ്ദേഹം ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. ടി ജി സജിത്തും വി വി വിനോദും ചേരുന്നുണ്ട്. ആദ്യം സജിത്തിലേക്ക്. സജിത്ത്, വലിയ വിവാദമാകാൻ പോകുകയാണോ സർക്കാരിന്റെ തീരുമാനം? പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ കെ എം മാണിക്കെതിരായ ബാർക്കോഴ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന വിമർശനം ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ തീരുമാനത്തോടുകൂടി അതിന് മൂർച്ച കൂടുമോ? തീർച്ചയായും രേണുക, തികച്ചും അസാധാരണമായ സാഹചര്യങ്ങളാണ് രാവിലെ മുതൽ കോടതിയിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. വിജിലൻസിന്റെ തീരുമാനം, അതായത് ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് കെ എം മാണി ഉൾപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്ന് നേരത്തെ വ്യക്തമായതാണ്. വിജിലൻസിന്റെ ഈ നിലപാടിനെ നേരത്തെ എതിർത്ത വ്യക്തി കൂടിയാണ് പ്രോസിക്യൂട്ടറായ കെ പി സതീശൻ. ഇന്ന് കോടതിയിൽ അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയതാണ് അസാധാരണമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത്. സർക്കാർ ആഗ്രഹിച്ച, അല്ലെങ്കിൽ സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയായ വിജിലൻസിന്റെ കണ്ടെത്തലിനെ പ്രോസിക്യൂട്ടർ തള്ളുന്നു എന്ന അസാധാരണ സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന്റെ തുടർ നടപടികളെ തുടർന്നാണ് കോടതി ഇന്ന് ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് പരിഗണിക്കുന്നത് മാറ്റിവെക്കാനിടയായ സാഹചര്യം. ഇതിന് പിന്നീടാണ് ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി സർക്കാർ കെ പി സതീശനെ സ്ഥാനത്തു നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇതിനോട് ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുവരെയും നടത്തിയിട്ടില്ല. പക്ഷേ നമുക്കറിയാൻ കഴിയുന്നത് കെ പി സതീശനെ ഹൈക്കോടതിയിലേക്ക് നിയോഗിച്ച അഭിഭാഷകനാണ് എന്നതാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇന്ന് തിരുവനന്തപുരം കോടതിയിൽ ഹാജരായ കെ പി സതീശന്റെ നടപടി ശരിയല്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ സതീശനെതിരായ കാര്യത്തിൽ സർക്കാരിന്റെ നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ വ്യക്തമാണ്. എന്തായാലും കെ പി സതീശൻ ഉറച്ച നിലപാടിലാണ്. വിജിലൻസിന്റെ നടപടിയെ ചോദ്യം ചെയ്യുന്നു. അതായത് കെ എം മാണി അഴിമതി കാട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ തെളിവുണ്ട് എന്ന നിലപാടിൽ കെ പി സതീശൻ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം വിജിലൻസിന്റെ കണ്ടെത്തൽ അതിന് നേർ വിപരീതവുമാകുന്നു. സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ് ഇക്കാര്യത്തിലുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല രേണുക. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ ഇടതുമുന്നണി സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുമായി കൂട്ടി വായിക്കേണ്ടിയും വരും. കൂടുതൽ പ്രതിസന്ധിയിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് കെ പി സതീശനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വഴിമാറുന്നു എന്ന് വേണം ഇപ്പോഴത്തെ സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. ഇപ്പോൾ വി വി വിനോദ് ഒരിക്കൽ കൂടി ചേരുകയാണ്. വിനോദ്, ഇന്ന് കോടതിയിലുണ്ടായ സംഭവങ്ങളാണ് ഇതിനൊക്കെയും ആധാരം. അതാണ് ഇത്തരമൊരു തിരക്കിട്ട തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കെ പി സതീശൻ ന്യൂസ് 18നോട് പറഞ്ഞത് കോടതിയിൽ തനിക്ക് അനുകൂലമായ നിലപാടാണ് കോടതി സ്വീകരിച്ചത്, തന്നെയാണ് കോടതി കേൾക്കാൻ തയ്യാറായത്. എന്തിനാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഭയക്കുന്നതെന്ന് കോടതി ചോദിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിലുണ്ടായ നടപടികൾ ചൂണ്ടിക്കാട്ടി പോലും സർക്കാരിന് ഇത് ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും വേണുക അത്തരത്തിൽ തന്നെയാണ്. കാരണം തീർത്തും നാടകീയമായ രംഗമായിരുന്നു. വിജിലൻസ് ലീഗൽ അഡ്വൈസർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്കെതിരെ നിലപാടെടുത്തത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ കേസിന്റെ ഭാഗമാകരുത് എന്ന ആവശ്യമാണ് ഇന്ന് കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കേസ് വാദിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന മറുചോദ്യമാണ് വിജിലൻസ് കോടതി ഉന്നയിച്ചത്. ഒപ്പം തന്നെ പ്രതിഭാഗം അഭിഭാഷകരും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഒഴിവാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് കോടതി പ്രതികരിച്ചത്. ഇത്തരത്തിൽ കാര്യങ്ങൾ പറയാൻ എന്ത് അവകാശമാണ് പ്രതിയുടെ അഭിഭാഷകൻ ഉള്ളതെന്ന കാര്യവും കോടതി ചോദിച്ചു. ഏതായാലും ഈ കേസിന്റെ നാൾ വഴി പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആദ്യം ഈ കേസ് അന്വേഷിച്ച SP സുകേശൻ, അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇതിൽ കുറ്റകരമായ കാര്യം നടന്നു, കെ എം മാണി കോഴ വാങ്ങി എന്ന റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ തുടരന്വേഷണം ഉണ്ടായി. അദ്ദേഹം തന്നെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. ആ റിപ്പോർട്ട് വന്നത് കെ എം മാണിയെ കുറ്റവിമുക്തനാക്കിയായിരുന്നു. പിന്നീട് തന്നെ സുകേശന്റെ വിശദീകരണം വന്നു. അന്നത്തെ വിജിലൻസ് ഡയറക്ടറായ ശങ്കർ റെഡ്ഡി ഇടപെട്ടാണ് രണ്ടാമത്തെ റിപ്പോർട്ടിൽ ഇടപെട്ടു. അങ്ങനെയാണ് കെ എം മാണി കുറ്റവിമുക്തനായത്. വിൻസൻ പോളിനെതിരെയും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു. ആദ്യം വിജിലൻസ് ഡയറക്ടറായിരുന്ന ആളാണ് വിൻസൻ പോൾ. ഇത്തരത്തിൽ ഈ കേസിന്റെ നാൾ വഴി പരിശോധിച്ചാൽ തന്നെ വളരെ നാടകീയമായ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ എന്തായാലും രാഷ്ട്രീയ വിവാദങ്ങൾ ഇനിയും കനക്കും. സർക്കാരിന് പല ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ബാർക്കോഴ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് കെ പി സതീശനെ മാറ്റിയ സംഭവത്തിലാണ് വിവാദം കൊഴുക്കുന്നത്. ഒപ്പം കെ പി സതീശന്റെ പ്രതികരണവും ലഭ്യമായിരിക്കുന്നു. മാണിക്കെതിരെ തെളിവുണ്ട് എന്ന മുൻ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. തനിക്ക് പറയാനുള്ളത് എവിടെയും പറയും, തന്നെ മാറ്റും സർക്കാർ എന്ന് കരുതുന്നില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്.